ഈ മോട്ടോർ വാഹന വകുപ്പിന്റെ വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് വിവാദം, അതിൽ ഉദ്യോഗസ്ഥനെ ബലിയാടാക്കി മാറ്റിയിരിക്കുകയാണ് ഗതാഗത മന്ത്രി. അതായത് അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണറായ വി ജോയിയോട് വിശദീകരണം തേടിയ മന്ത്രിക്ക് അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ പ്രമോദ് ശങ്കറിനോട് ഒരു അനുകമ്പയൊക്കെ ഉണ്ട്. മന്ത്രിയുടെ ക്ഷോഭത്തിൽ പരിപാടി മുടങ്ങിയതോടെ വാഹനങ്ങൾ കിട്ടാതെ ഓഫീസുകളും പ്രതിസന്ധിയിലായിട്ടുണ്ട്. ഇപ്പോൾ പരിപാടി സംഘടിപ്പിക്കുന്നതിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാർക്ക് വലിയ അപാകത സംഭവിച്ചിട്ടുണ്ട്. കേരള സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് പണം ചെലവഴിച്ച് 52 വാഹനങ്ങൾ വാങ്ങുകയും അത് കൃത്യമായി ഈ കനകക്കുന്ന് കൊട്ടാരത്തിന്റെ മുറ്റത്ത് നിരത്തിയിട്ട് അത് വെച്ച് മനോഹരമായി പ്രോഗ്രാം നടത്തണം എന്ന നിർദ്ദേശം നൽകിയിരുന്നു. ഉദ്യോഗസ്ഥൻ അതിന് യാതൊരു ഉത്തരവാദിത്വം കാണിച്ചില്ല. ഈ പരിപാടി ദയവ് ചെയ്ത് ക്ഷമിക്കണം, ഈ പരിപാടി ഇവിടെ റദ്ദാക്കുകയാണ്. സംഘാടനത്തിൽ വീഴ്ചയുണ്ടെന്നാരോപിച്ച് പരിപാടി റദ്ദു ചെയ്ത മന്ത്രി മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രവർത്തനങ്ങളെ ആകെ കുഴപ്പത്തിലാക്കി. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഉദ്യോഗസ്ഥരാണ് പുതിയ വാഹനങ്ങൾക്ക് വേണ്ടി എത്തിയത്. സാങ്കേതികമായ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി വാഹനം കൊണ്ടുപോകാൻ ഒരുങ്ങുമ്പോഴായിരുന്നു മന്ത്രിയുടെ കടുംവെട്ട്. വാഹന പരിശോധനയും പിഴ ഈടാക്കലും അടക്കം പ്രവർത്തനങ്ങളിൽ സജീവമാകേണ്ട ഓഫീസുകളിൽ വാഹനമില്ല. ഇത് ഞാൻ ഇവിടെ എല്ലാ വണ്ടിയും നിരത്തിയിടണം എന്ന് പ്രത്യേക നിർദ്ദേശം വണ്ടി വരുന്നതിന് മുമ്പ് തന്നെ നൽകിയിരുന്നു. അതുകൊണ്ട് മറ്റൊരു ദിവസം ഈ പരിപാടി മാറ്റിവെക്കുകയാണ്. എല്ലാവരും ക്ഷമിക്കണം. ഒരിക്കൽ കൂടി ഞാൻ ഖേദം പ്രകടിപ്പിക്കുകയാണ്. എൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുള്ള വീഴ്ചയിൽ നടപടിയെടുക്കും. ഒരാളെയും ഈ പരിപാടിയിൽ എൻ്റെ പാർട്ടിക്കാരിരിപ്പുണ്ട്, തിരുവനന്തപുരത്തുള്ള, പിന്നെ KSRTCയിലെ ഉദ്യോഗസ്ഥന്മാർ ജീവനക്കാരിരിപ്പുണ്ട്, പിന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാരെ പോലും വിളിച്ചുകൊണ്ടുവരാൻ ഈ വ്യക്തിക്ക് കഴിഞ്ഞില്ല. അതിന് നടപടിയെടുക്കും. അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ വി ജോയിക്കെതിരെയാണ് മന്ത്രിയുടെ വിമർശനം. കാരണം കാണിക്കൽ നോട്ടീസും നൽകി. എന്നാൽ ദൃശ്യത്തിലുള്ളത് അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിലും ഉയർന്ന ഉദ്യോഗസ്ഥരുമുണ്ട്. ട്രാൻസ്പോർട്ട് കമ്മീഷണർ വിദേശത്താണ് എങ്കിൽ പകരം ചുമതല വഹിക്കേണ്ട അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ പ്രമോദ് ശങ്കറാണിത്. അദ്ദേഹത്തിനെതിരെ യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല. മന്ത്രിയുടെ ഇഷ്ടക്കാരനായ ഉദ്യോഗസ്ഥനാണ് പ്രമോദ് ശങ്കർ. അതുകൊണ്ടാണോ നടപടി ഇല്ലാത്തത്? മന്ത്രിയുടെ പരസ്യ പ്രതികരണത്തിൽ മോട്ടോർ വെഹിക്കിൾ ഓഫീസേഴ്സ് അസോസിയേഷനും കടുത്ത എതിർപ്പിലാണ്. സ്ഥലപരിമിതിയുള്ള കനകക്കുന്നിൽ പരിപാടി നടത്തിയത് പിഴവുകൾക്ക് കാരണമായെന്നാണ് വിലയിരുത്തൽ. എന്നാൽ തൈക്കാട് പോലീസ് ഗ്രൗണ്ടിലോ പുത്തരിക്കണ്ടത്തോ പരിപാടി വെച്ചാൽ മുൻമന്ത്രി ആന്റണി രാജുവിനെ അധ്യക്ഷനാക്കേണ്ടി വരും. അതൊഴിവാക്കാനാണ് കനകക്കുന്നിൽ പരിപാടി വെച്ചതെന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ വിമർശനം. മന്ത്രി നീരസത്തിൽ തുടരുന്നതോടെ ഉദ്ഘാടന തീയതി നിശ്ചയിക്കാനുമാകുന്നില്ല. പുതിയ വാഹനങ്ങൾ ആനേറ സ്വിഫ്റ്റ് ആസ്ഥാനത്തേക്ക് മാറ്റി. AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.